മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണെന്ന് പലപ്പോഴായി കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വാക്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ അർത്ഥവത്താക്കുന്ന ഒരു സിനിമയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സ്പെയിൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ കോ പ്രൊഡക്ഷനിൽ 2025 ഒലിവർ ലാക്സിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ഒരു ഡ്രാമ സിനിമയാണ് സിറാത്ത്. മൊറോക്കയിലെ ഒരു ഐസൊലേറ്റഡ് ഡെസേർട്ടിൽ നടക്കുന്ന ഒരു റേവ് പാർട്ടിയിലാണ് സിനിമ ആരംഭിക്കുന്നത്. മിക്കവാറും ഡ്രഗ്സ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഹൈ ഫ്രീക്വൻസിയും ഹൈ ബാസും ഒക്കെ നിറഞ്ഞ മ്യൂസിക് ഒക്കെ പ്ലേ ഔട്ട് ചെയ്യുന്ന മ്യൂസിക് ഫെസ്റ്റിവലുകളെയാണ് റേവ് പാർട്ടീസ് എന്ന് പറയുന്നത്. 5 മാസം മുമ്പ് നടന്ന മറ്റൊരു റേവ് പാർട്ടിയിൽ വെച്ച് തന്റെ മകളെ കാണാതാവുകയും ആ മകളെ അന്വേഷിച്ച് ഒരു അച്ഛനും അയാളുടെ രണ്ടാമത്തെ മകൻ ഒരു ചെറിയ കുട്ടിയാണ് ഇവർ രണ്ടുപേരും കൂടി ഇപ്പോൾ നടക്കുന്ന ഈ റേവ് പാർട്ടിയുടെ സ്ഥലത്ത് എത്തുകയും അവിടെ മകളെ അന്വേഷിച്ച് നടക്കുന്നതോടെയാണ് സിനിമ ആരംഭിക്കുന്നത്. എന്നാൽ അവിടെയൊന്നും മകളെ കണ്ടുകിട്ടുന്നില്ല. പകരം കണ്ടുമുട്ടിയ കുറച്ച് ആളുകൾ പറഞ്ഞു അവിടെ മരുഭൂമിയുടെ വേറൊരു അറ്റത്ത് അവിടെ മറ്റൊരു റേവ് പാർട്ടി നടക്കുന്നുണ്ട്, ചിലപ്പോൾ അവിടെയായിരിക്കും താങ്കളുടെ മകൾ ഉള്ളതെന്ന്. തുടർന്ന് കുറച്ച് പട്ടാളക്കാർ പെട്ടെന്ന് ഈ സ്ഥലത്തേക്ക് വരികയും ഇവിടെ നടക്കുന്ന ഈ റേവ് പാർട്ടി പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും എല്ലാവരും ആ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും ആജ്ഞാപിക്കുകയാണ്. തുടർന്ന് തന്റെ മകളെക്കുറിച്ച് ഇൻഫർമേഷൻ പറഞ്ഞുകൊടുത്ത ആ ഗ്രൂപ്പ് ആ റേവ് പാർട്ടിക്ക് പോവുകയാണെന്ന് അറിഞ്ഞതോടെ ഈ അച്ഛനും മകനും അവരുടെ ഒപ്പം അവരുടെ വണ്ടിയിൽ ഇവരെ പിന്തുടർന്ന് ആ റേവ് പാർട്ടിയിലേക്ക് പോവുകയാണ്. സിനിമയുടെ തുടക്കം മുതലേ ഇത് സെറ്റ് ചെയ്യുന്നത് ഒരു റിഫ്ലക്റ്റീവ് ടോൺ ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ ദാറ്റ് ഇറ്റ് ഈസ് മോർ അബൌട്ട് ദ ജേർണി ദാൻ ദ ഡെസ്റ്റിനേഷൻ. സിറാത്ത് എന്നത് ഒരു അറബിക് വാക്കാണ്. ദ പാത്ത്, എ വേ ഫോർവേഡ് എന്നൊക്കെയാണ് അതിന് അർത്ഥം വരുന്നത്. ആൻഡ് ദ ഫിലിം സ്റ്റിക്സ് ക്ലോസ്ലി ടു ദാറ്റ് ഐഡിയ ത്രൂ ഔട്ട് by showing us different people who are emotionally lost, searching for meaning, connection or closure. ഈ സിനിമയെക്കുറിച്ച് യാതൊരു ഫോർനോളേജും ഇല്ലാതെയായിരുന്നു ഈ വർഷത്തെ IFFK ഞാൻ ഈ സിനിമ കാണുന്നത്. സിനിമയുടെ പാതി വരെ യാതൊരു ക്ലൂവും ഇല്ല ഇത് എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും. അതിനുശേഷം വരുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കുറെ സിറ്റുവേഷൻസും ട്വിസ്റ്റുകളും ഒക്കെ അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഞെട്ടിക്കുന്നുണ്ട്. ശരിക്കും ഈ സിനിമയെ മറ്റുള്ള സിനിമകളിൽ നിന്നും മികച്ചു നിർത്തുന്നതും ഈ സിനിമയുടെ സത്വം എന്ന് പറയുന്നത് തന്നെയും ഈ ട്വിസ്റ്റുകൾ. ഈ സിനിമയുടെ മറ്റൊരു സ്ട്രോങ് എലമെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ വിഷ്വൽ ലാംഗ്വേജ് ആണ്. ഭയങ്കര കണ്ണെത്താ ദൂരത്തോളം വരണ്ട് കിടക്കുന്ന മരുഭൂമിയുടെ ആ ലാൻഡ്സ്കേപ്പ് ഒക്കെ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മാത്രമല്ല നമുക്ക് മുന്നിൽ വരുന്നത്. ദേ മിറർ ദ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് ദ ക്യാരക്ടേഴ്സ്. ലോങ് ഷോട്ട്സും സ്റ്റിൽ ഫ്രെയിംസും മിനിമൽ ഡയലോഗും ഒക്കെ ഇറ്റ് റിയലി ഗീവ്സ് ദ ഫിലിം എ മെഡിക്കൽ വിഷ്വൽ പോലെ തന്നെയാണ് സിനിമയിലുടനീളം ഉപയോഗിക്കുന്ന സൗണ്ടിന്റെ ഇമ്പോർട്ടൻസും റേവ് പാർട്ടീസിൽ യൂസ് ചെയ്യുന്ന ടെക്നോസായി ട്രാൻസ് മ്യൂസിക്കും സിനിമയിലുടനീളം പലയിടങ്ങളിലായിട്ടും ഈ മ്യൂസിക് ഒക്കെ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ആസ്വാദ്യത്തിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക മാത്രമാണ് ഉണ്ടായത്. വല്ലാത്തൊരു സെൻസറി എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമയിൽ നിന്ന് ലഭിക്കുന്നത്. ഈ വർഷത്തെ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ അവരുടെ വൺ ഓഫ് ദ ടോപ്പ് അവാർഡ്സ് ആയ ജൂറി പ്രൈസ് സിറാത്തിന് ലഭിക്കുകയുണ്ടായി. അതുപോലെ വരുന്ന ഓസ്കാറിൽ 5 കാറ്റഗറികളിലാണ് ഈ സിനിമ നോമിനേഷനിൽ വന്നിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ കെയിം ഔട്ട് വിത്ത് എക്സ്ട്രീംലി ഫ്രൈറ്റ് നെർവ് ആൻഡ് എ ഹെവി ഹാർട്ട്. ഇതൊരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒരു ജിയോ പൊളിറ്റിക്കൽ ഇവന്റിന്റെ ഇന്റർപ്രിറ്റേഷൻ മാത്രമായിട്ടല്ല സിനിമ ഒതുങ്ങുന്നത്. ഒരു മകളെ അന്വേഷിച്ചിറങ്ങുന്ന കഥയിൽ നിന്ന് തുടങ്ങുന്ന ഒരു ചെറിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അന്വേഷണത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഇറ്റ് ടേൺസ് ഇൻ ടു എ സ്പിരിച്വൽ ഓഡിസി. സിനിമയിൽ അവരുടെ ജേണിയിൽ അവർ യാത്ര ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മളും അവരുടെ കൂടെ ഇരുന്ന് യാത്ര ചെയ്യുകയാണ്. അവർ കടന്നു പോകുന്ന സ്ട്രഗിൾസും ത്രെറ്റ്സും ചലഞ്ചസും ഒക്കെ അതൊക്കെ നമ്മളുടെയും കൂടി ആവുകയാണ്. അവരിതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന പോലെ നമ്മളും അതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ട്വിസ്റ്റുകൾ നിറയുന്ന മുന്നിൽ എന്താണെന്ന് അറിയാത്ത ഒരു അഡ്വഞ്ചർ യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാവുന്നവർ മാത്രം ഈ സിനിമ കാണാൻ തിരഞ്ഞെടുക്കുക.